ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റോസി ജിജി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഇങ്ങനെ നെയ്യപ്പം നല്ല ഫൈനായിട്ട് ഉണ്ടാക്കാം. നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് നുറുക്കലരിയാണ്, പച്ചരി. അതിനെ 3 വെള്ളത്തിൽ നല്ലതുപോലെ കഴുകിയിട്ട് നല്ല വെള്ളം ഒഴിച്ച് 5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുവേണ്ടി എടുത്തിരിക്കുന്ന അതേ കപ്പിൽ തന്നെ 1 കപ്പ് ശർക്കരയാണ്. ഇത് ഏകദേശം ഒരു 200 ഗ്രാമോളം ഉണ്ട്. അതിനെ അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതിനെ ഉരുക്കിയെടുക്കാം. ഒത്തിരി ഒന്ന് കുറുകയൊന്നും വേണ്ട, ഒന്ന് ശർക്കര എല്ലാം ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. ഇവിടെ മെൽറ്റായിട്ടുണ്ട്. നമ്മൾ 5 മണിക്കൂർ കുതിരാൻ വെച്ച നുറുക്കലരി എടുത്ത് അതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ട് നമുക്കിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ട് 2 ബാച്ചായിട്ട് ഇതിനെ പൊടിച്ചെടുക്കാം. ആദ്യത്തെ ബാച്ച് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു പുട്ടിൻ്റെ പൊടിയുടെ രൂപത്തിലാണ് ഇതിനെ പൊടിച്ചെടുക്കേണ്ടത്. ഇച്ചിരി തരങ്ങഴിയോട് കൂടിയിട്ടാണ് ഇതിനെ പൊടിച്ചെടുക്കേണ്ടത്. രണ്ടാമത്തെ ബാച്ചും അതേപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ഈ പൊടി പൊടിക്കുമ്പോൾ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. ആ കട്ടയെല്ലാം നല്ലതുപോലെ പൊടിച്ചെടുക്കണം. അഥവാ പൊടിയുന്നില്ല എങ്കിൽ ഒരു അരിപ്പ എടുത്തിട്ടൊന്ന് അരിച്ചാലും മതി. ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ ഒരു അരിപ്പയിലാണ് അരിച്ചു എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനിയും 100 ഗ്രാം മൈദയുടെ പൊടിയുമാണ് ഇട്ട് കൊടുക്കുന്നത്. രണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിനെ മിക്സാക്കി കൊടുത്തതിന് ശേഷം ഈ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയുടെ വെള്ളം പകുതിയൊന്ന് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഇതുപോലെ നടുഭാഗം നമുക്ക് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. എല്ലാം കൂടെ ഒന്നിച്ച് യോജിപ്പിക്കാൻ പോയാൽ പെട്ടെന്ന് അങ്ങ് കട്ട പിടിക്കും. അതുകൊണ്ട് നടുഭാഗം ആദ്യം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് കട്ടയില്ലാതെ നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം. കട്ടയുണ്ടെങ്കിൽ നമ്മൾ എണ്ണയ്ക്കകത്ത് ഒഴിക്കുമ്പോൾ അത് നല്ലതുപോലെ നമുക്ക് വീർത്ത് വരത്തില്ല നെയ്യപ്പം. അതുകൊണ്ട് നല്ലതുപോലെ കട്ടയില്ലാതെ ഇച്ചിരി സമയം എടുത്തായാലും നല്ലതുപോലെ ഇതിനെ കുഴച്ചെടുക്കണം. രണ്ടാമത്തെ ശർക്കരയുടെ വെള്ളവും നമുക്കിതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയിരിക്കുന്ന ശർക്കരയുടെ വെള്ളം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും വെള്ളത്തിലാണ് ഞാൻ കുഴച്ചെടുക്കുന്നത്. വേറെ വെള്ളമൊന്നും ഇപ്പോൾ ചേർക്കുന്നില്ല. ഇതിലും കുറേ കൂടെ രാവിലെ നമ്മൾ 6 മണിക്ക്, ഇപ്പോൾ 9 മണിയായിട്ടുണ്ട്, രാവിലെ 6 മണിക്കാണ് ഇതിനെ ചുടുന്നത്. ആ സമയത്ത് നമ്മൾ ഒന്നുകൂടി ഒന്ന് ഇളക്കി നോക്കും. ആ സമയത്ത് ഒത്തിരി അങ്ങ് കുറുകിയിരിക്കുകയാണെങ്കിൽ മാത്രം ഇളം ചൂടുവെള്ളം ചേർക്കണം. അല്ലെങ്കിൽ ശർക്കര മധുരം ഇല്ലെങ്കിൽ ശർക്കര ഇതുപോലെ ഉരുക്കിയിട്ട് ചൂടുകൂടി ചേർത്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഇതിൽ കട്ടയില്ലാതെ നല്ലതുപോലെ ഒന്ന് ഇച്ചിരി സമയം എടുത്തായാലും ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് കട്ടയൊക്കെ ഉണ്ട്, ഇതിന് ഇച്ചിരി സമയം എടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ കട്ടയെല്ലാം നമുക്ക് നല്ലതുപോലെ ഇവിടെ ഉടഞ്ഞു കിട്ടും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിനകത്ത് ഞാൻ അപ്പക്കാരമോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. ഇത് നമ്മൾ ഇത്രയും മണിക്കൂർ കുതിക്കാൻ വെക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഇതിനകത്തിൽ സോഡയൊന്നും ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. ഇതിലേക്ക് നമുക്ക് ഇപ്പോഴേ ഒരു 1/4 ടീസ്പൂൺ ഇതിന് ആവശ്യമായ ഉപ്പുപൊടിയൊന്ന് ഇട്ട് കൊടുത്ത് ഇളക്കി വെക്കണം. ഇതിപ്പോൾ ഇതേ രൂപത്തിലാണ് കിട്ടിയിട്ടുള്ളത്. കണ്ടില്ലേ? നമ്മൾ സ്പൂണൊന്ന് തിരിച്ച് വെക്കുമ്പോൾ നമ്മൾ ഒരു വരയിടുമ്പോൾ നല്ല പോലെ പാത്തി വീഴും. അതേ രൂപത്തിലാണ് ഇതിനെ കലക്കി വെക്കേണ്ടത്. ഒത്തിരി വെള്ളം അങ്ങ് ഒഴിച്ച് ലൂസാക്കരുത്. അപ്പോൾ പൊന്തി വരാൻ ഇച്ചിരി താമസം വരും. നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ രാവിലെ 6 മണിയായിട്ടുണ്ട്. 2 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്ത് അത് ഉരുകി കഴിയുമ്പോൾ ഇതിലേക്ക് ശകലം തേങ്ങാക്കൊത്തിട്ട് വറുത്ത് കോരണം. ഇത് തേങ്ങാക്കൊത്ത് നല്ലതുപോലെ ഗോൾഡൻ കളർ ആവുന്നിടം വരെ ഇതിനെ വറുത്ത് കോരണം. ഇപ്പം ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഒരു ശകലം ചൂട് മാറിയിട്ട് ഇതിനകത്തിലോട്ട് ആ നെയ്യോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് 2-3 ഏലക്ക പൊടിച്ചതും
1.5 ടീസ്പൂണ് കറുത്ത എള്ളുമാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഈ സമയത്ത് നിങ്ങൾക്ക് മധുരം കുറവാണെങ്കിലും അഥവാ വെള്ളം ഇച്ചിരി കൂട്ടണമെങ്കിലും ഈ സമയത്താണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അത് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞ് ഒരു അരമണിക്കൂറൂടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എങ്കിലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നെയ്യപ്പം ചുട്ടെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കിനി നെയ്യപ്പം ചുട്ടെടുക്കാം. കണ്ടില്ലേ, നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട്. പൊന്തി വന്ന് ഉടനെ തിരിച്ചിടരുത്. ഒരു മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ട് മാത്രമേ തിരിച്ചിടാവൂ. അല്ലെങ്കിൽ ആ പൊന്തി വന്ന ഭാഗം പെട്ടെന്ന് തിരിച്ചിടുകയാണെങ്കിൽ അത് അങ്ങ് പൊട്ടിപ്പോകും. കണ്ടില്ലേ, നമുക്ക് നല്ല പെർഫെക്റ്റായ നെയ്യപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അടുത്ത ഒരെണ്ണം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതും ഇതേപോലെ തന്നെ പൊന്തി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ശകലം നമ്മൾ തിളച്ച എണ്ണ കോരി ഒഴിക്കുകയാണെങ്കിൽ ആ മേളത്തെ ഭാഗം കൂടി നമുക്ക് പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും, പൊട്ടി വരത്തില്ല. നമുക്കിതിനെ ഒന്ന് തിരിച്ചിടാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഇത്രയും 400 ഗ്രാം അരിപ്പൊടിയും കൊണ്ട് നമുക്ക് ഒരു 15 നെയ്യപ്പമാണ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുള്ളത്. ഒരെണ്ണം എടുത്ത് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. നല്ലതുപോലെ പൊട്ടി വരുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് നെയ്യപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരും വരെ ബൈ.